മലപ്പുറം ഇളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവതിയെ അവളുടെ ഭർത്താവ്, അതായത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ചൂഷണം ചെയ്ത് കൊലപ്പെടുത്തി. അതിൻ്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ എനിക്കും നിങ്ങൾക്കും എല്ലാ ആളുകൾക്കും തോന്നിയൊരു സംശയമാണ്, ആ കുഞ്ഞിനെ കാണാൻ അല്ലെ ആ കുട്ടിയെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. ഓരോ തമ്മിലും ആ കുട്ടിയുടെ ഓരോ ഫോട്ടോ കാണുമ്പോൾ എന്ത് ഭംഗിയാണ്, നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടി. അപ്പോൾ അതിനെ ഭർത്താവിന് പ്രശ്നം, അതിന് സൗന്ദര്യം കുറവാണെന്നാണ് ഭർത്താവ് പറയുന്നത്. ആ കിഴങ്ങനെ കണ്ടാലേ ഒരു ചിമ്പാൻസിക്ക് ഉണ്ടായ ഒരു മോന്തയും വെച്ചിട്ടാണ് അവൻ പറയുന്നത് അതിന് സൗന്ദര്യം കുറവാണ്. ഈ കിഴങ്ങനെയൊക്കെ ആരാണ് ഇതിനെ വെച്ച് കെട്ടിച്ചു കൊടുത്തത്? കാരണം വീട്ടുകാരെ പറഞ്ഞാൽ മതി, ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ പറഞ്ഞാൽ മതി. ആ വീട്ടുകാർക്കും എല്ലാവർക്കും പോയി, നാട്ടുകാർക്കും എല്ലാം ആ ഒരു പെൺകുട്ടി പോയി. അപ്പോൾ അവരെ പിടിച്ചിട്ട് ഏതെങ്കിലും കോന്തന്മാരെ കാണുമ്പോൾ, പൈസ ഉണ്ടെന്ന് കാണുമ്പോൾ പിടിച്ച് കെട്ടിക്കുന്ന ഈ ഒരു പ്രവണത വീട്ടുകാർ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പൊന്നെ കരള എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ ഇതുപോലുള്ള ചെകുത്താന്മാരുടെ കയ്യിലൊക്കെ പെട്ടുപോകും. ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരുത്തനെ അവരുടെ ധാർഷ്ട്യം, അതായത് വീട്ടുകാരുടെ ധാർഷ്ട്യത്തിന് വേണ്ടിയിട്ട് വേറൊരുത്തൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുമ്പോൾ, ആ വേറൊരുത്തനെ പിടിച്ചിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ വീട്ടിൽ ഇത് സുരക്ഷിതയാണോ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഇതിനുള്ള വേണ്ടുന്ന ഫ്രീഡം ഉണ്ടോ, അതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കണം. അല്ലാണ്ട് പിടിച്ചൊരു കെട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വലിയൊരു പ്രാരബ്ധം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മോളെ കെട്ടിക്കുക എന്നുള്ളതാണ് വലിയൊരു ഉത്തരവാദിത്തം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വസ്ഥമാണ്, ഇനി ഒന്ന് കണ്ണടച്ചാലും കുഴപ്പമില്ലാന്ന് വീട്ടുകാരൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പല വീടുകളിലും സംഭവിക്കുന്നത് അച്ഛനമ്മമാർ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് മക്കളുടെ വിയോഗം കാണേണ്ടി വരുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു അവസ്ഥയാണ്. ഇന്നിപ്പോൾ ഈ ഇളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടൊരു അവസ്ഥ, ഈ ചിമ്പാൻസിയെ പോലെയാണ് ഇവൻ്റെ മുഖം ഇരിക്കുന്നത്, ഈ ഡെവറയുടെ മുഖം ഇരിക്കുന്നത്. ഇവനാണ് ആ കുട്ടിക്ക് സൗന്ദര്യം പോരാ, അതിന് സ്ത്രീധനം തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല എന്നൊക്കെ കുറ്റം പറയുന്നത്. ഈ വാണത്തിനൊക്കെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തവരെ പറഞ്ഞാൽ മതി. അതിനെ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടാണ് ആ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ആ പെൺകുട്ടിക്ക് തുറന്ന് പറയാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കണം അതിങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് കടന്നത്. എന്നിട്ട് ഇവൻ പറയുകയാണെന്ന് അതിന് വേറെ ആളുകളായിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിന്നെ അവൻ ഇവിടെ പിടിച്ചില്ലേ, ഇവൻ അവിടെ തൊട്ടില്ലേ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ മുഖം നോക്കിയാലും പൊട്ടിച്ചെന്നെ തല്ലി കൊന്നിട്ടൊക്കെ ഇറങ്ങി പോയിരുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. സ്വന്തം ജീവൻ അത് ബലിയാടാക്കേണ്ടി വന്നു ഇതുപോലെ വാണത്തിൻ്റെ മുന്നിൽ. എന്തോ കിഴങ്ങന്മാരൊക്കെ, എന്തോ കഴിവുകെട്ടവന്മാരൊക്കെയാണെന്നല്ലേ ആലോചിക്കുന്നത്. എന്നിട്ട് അവൻ മുഖം പൊത്തിക്കൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ കൂടെ ഒക്കെ പോകുന്നത്. ഞാൻ ആ ഒരു വാർത്ത, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്ത ഞാനിപ്പോൾ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടുപോകുക. മലപ്പുറം എളങ്കൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് പ്രഭിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മഞ്ചേരി ജില്ലാ കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. വിഷ്ണുജയുടെ കുടുംബത്തിന് പിന്നാലെ പ്രഭിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി സുഹൃത്തുമെത്തി. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം ഡിവൈഎസ്പി TK സിനോജിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് പ്രതിയെ ഡിവൈഎസ്പിയുടെ ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. വിഷ്ണുജ ഭർത്താവിൽ നിന്ന് നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതകളാണെന്ന വെളിപ്പെടുത്തലുമായി ഇന്നലെയാണ് കുടുംബം രംഗത്തെത്തിയത്. ജോലിയില്ലാത്തതിന്റെ പേരിലും സ്ത്രീധനം കുറഞ്ഞെന്നു പറഞ്ഞും പ്രഭിൻ വിഷ്ണുജയെ ക്രൂരപീഡനത്തിനിരയാക്കിയെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. പ്രതി വിഷ്ണുജയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചുവെന്നും ഫോൺ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നുവെന്നും ഉറ്റ സുഹൃത്തും പറഞ്ഞു. ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം, അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാളിങ്ങനെ ഫോൺ കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവളെ ഫോണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യും, മെസ്സേജസ് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവള് കഴുത്തിനേറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു, മാനസികമായിട്ട് ശാരീരിക. നമ്മുടെ നാട്ടില് ഒരു മതിയായ ശിക്ഷ നൽകുന്ന ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചെറ്റ പരിപാടികൾ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്. തന്തയില്ലാത്തവന്മാരൊന്ന് ഉറപ്പിച്ചു വിളിക്കാം, തന്തയ്ക്ക് മുൻപുണ്ടായവനെന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം. ഇവനെയൊക്കെ ഇങ്ങനെയുള്ളവന്മാരുടെ ഈ കഴിവുകെട്ട അല്ലെങ്കിൽ ഇവന്മാരുടെ ഈ ചെറ്റത്തരം തുടരുന്നത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളുടെ ഒരു തകർച്ചയെന്ന് വേണമെങ്കിൽ പറയാം. ഇവനൊക്കെ നല്ല തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും ഒരുത്തനും ഇതുപോലത്തെ പരിപാടികളായിട്ട് മുന്നിലേക്ക് വരില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എന്തോ ഒരു അവസ്ഥയാണെന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് ബാക്കിയൊന്ന് കേട്ടു നോക്കാം. ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആത്മഹത്യയിൽ പ്രഭിന്റെ കുടുംബത്തിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രഭിന്റെ അമ്മയെയും സഹോദരിയെയും ഭർത്താവിനെയും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. തെളിവുകൾ ലഭിച്ചാൽ പ്രഭിന്റെ കുടുംബത്തെ പ്രതിയേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. തെളിവുകളൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന്റെ കുടുംബം എല്ലാം ഒരേ കൂട്ടത്തിൽ തന്നെ പെടുത്താം. ഇത്രയും ക്രൂരത മോൻ ചെയ്യുന്നുണ്ടെന്ന് അവരുടെ വീട്ടുകാർ അറിഞ്ഞു കാണത്തില്ല. അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ ഇവരുണ്ടായിരുന്നതും. അവർക്കറിയായിരിക്കുമല്ലോ അവരുടെ മോൻ്റെ ഈ ഉള്ളിലത്തെ ഈ കാട്ടാള സ്വഭാവം. അവന് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം സ്ത്രീയെ വേണമായിരുന്നു. അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, അവൻ എല്ലാ കാര്യങ്ങളും പറയാനും അവന് വേണമായിരുന്നു. പക്ഷേ ഈ ക്രൂരതയും ആ സമയത്ത് തന്നെയാണ് അവൻ ചെയ്തിരുന്നത്. ഇവൻ മുഖം പൊത്തി നടക്കുന്നുണ്ടല്ലോ, ഇവൻ്റെ മുഖമൊക്കെ പൊത്താതെ അവൻ്റെ കൈയൊക്കെ പിടിച്ച് ലോകം മുഴുവനും കാണട്ടെ ഭയങ്കര സൗന്ദര്യമുള്ള ആ മോനെ, നായിൻ്റെ മോനെ.